നിങ്ങൾ കത്തോക്കില്ല பஞ்சாயத்து கச்சோட இங்க பிசினஸ் பண்றதுக்கு உங்களுக்கு லைசன்ஸ் இருக்கா? இருந்தாக்கா பேசும் காணிக்கு ലൈസൻസ് ഉണ്ടോ? ഇതാ ബില്ലിതാ. ഷോപ്പ് ക്ലോസ് ആക്കി വർത്താൻ ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തോ? ഞങ്ങൾക്കെല്ലാം അറിയാം ചേട്ടാ. ഞങ്ങൾ കുറെ സാധുക്കൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നീ അങ്ങനെ സീസണിൽ വന്ന് നീ കാശ് എടുത്തിട്ട് എങ്ങനെ பேச்சப்புறம் எல்லாம் ஏதோ ஒரு நிமிஷம் நம்ம வந்து നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കടടപ്പിച്ചിങ്ങാണ്ടൊക്കെ പൂട്ടണമൊക്കെ കാണുന്നു. ഇവനും പോലും തമ്മിൽ സംഖ്യകളും തമ്മിൽ എന്ത് മാറ്റമല്ല. ഇവനെ ഇവിടുത്തെ തന്നെ ഏതായാലും ആ നാട്ടുകാർ കൂടിങ്ങാണ്ട് കട തുറപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഇവനൊക്കെ ഒന്ന് നോക്കി വെച്ചോളിട്ടോ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ. അതായത് ഞാൻ ആലോചിച്ച് പോവാ, ഇവനിപ്പം ഇനി ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ആരാന്നറിയില്ല, പഞ്ചായത്ത് ലൈസൻസ് ഇതിനൊക്കെ പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് പരാതി കൊടുത്തിട്ട് ലീഗലി മൂവ് ചെയ്യണം. ഇത് ശരിക്കും കട കയറി ആക്രമിക്കാണ്. ഇവന്റെ പേരിൽ കേസ് കൊടുക്കണം. എന്തൊരു അഹങ്കാരം അത്. ഓ ചോദിക്കണം പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ട് ഇതിലാണ് കൊടുക്കണത്. ഓന്റെ കടയിൽ ശരിക്കും GST ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരാതി കൊടുക്കണം കേട്ടോ. ഓലൊക്കെ നടത്തുന്ന കടകളിൽ GST ഉണ്ടോ, ഓൻ ഏത് വഴിക്കാണ് പണം വരുന്നത്, എന്താണ് ഓന്റെ പണത്തിന്റെ സ്രോതസ് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കണം ശരിക്ക്. അതാണ് വേണ്ടിയത്. ശരിക്ക് ലീഗലായിട്ട് മൂവ് ചെയ്തിട്ട് ആ പാവം മനുഷ്യനെ എങ്ങനെ ആലോചിച്ചു. നമ്മളൊക്കെ നാട്ടിൽ എത്രങ്ങാനും ആൾക്കാർ തമിഴ്നാട് പോയി ചായ കച്ചവടം ചെയ്യേണ്ടി എന്തെല്ലാം ഇതുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരാതി വ്യാപാരികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിനെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വന്നുങ്ങാണ്ട് ഭീഷണിപ്പെടുത്തുക, അവൻ്റെ പെന്നെടുത്തെറിയുക, നോട്ട് ബുക്ക് എടുത്തെറിയുക, കേസ് എടുത്തുങ്ങാണ്ട് അങ്ങോട്ടാക്കുക. ഇത് ഗുണ്ടായിസോ? ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിരിക്കണം. ഈ പിന്നെ മുസ്ലിം പേരുള്ള കട അടപ്പിച്ച, മറ്റുപോലെ ഇപ്പോൾ ആഘോഷം ഉണ്ടാവുമ്പോൾ ഡാർപോളിട്ട് മൂടുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി. ഇത് നാദാപുരത്താണ് നടന്നത്. അവിടുത്തെ നാട്ടുകാർ ഏതായാലും സ്ട്രോങ് ആയി ഇങ്ങോട്ട് തുറപ്പിച്ചിരിക്കുന്നത്. അത് മാത്രം പോരാ, ഇവന്റെ അഹങ്കാരം ഉണ്ടല്ലോ. ഇവൻ ആരാണെങ്കിലും അതായത് ഒരു മാന്യമായിട്ട് പറഞ്ഞുങ്ങാണ്ട് അത് ക്ലിയർ ചെയ്തുങ്ങാണ്ട് ലീഗലി പോകുകയാണെങ്കിലും ഓക്കെ. നിങ്ങൾ ഇങ്ങനെയാണോ ഓരോരുത്തരോട് പെരുമാറുക? ഒരു കച്ചവടക്കാരന് ലൈസൻസ് ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ ലീഗലായിട്ട് പോകുകയല്ലേ വേണ്ടത്? നിയമത്തിന് നിങ്ങൾക്കൊരു വിലയില്ലേ? നിങ്ങളാണ്ട് ഗുണ്ടായിസം കണ്ടി. നിങ്ങളും ഗുണ്ടകളും തമ്മിൽ എന്താ മാറ്റം? ഇത് ഏതാ നാട്? ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ നിങ്ങൾ ഈ കോലം ഗുണ്ടായിസം കളിക്കണത്? അതോ നിങ്ങൾ വല്ല ഭരണപക്ഷത്തിന്റെ ആളുകളാണോ? അങ്ങനെ വല്ല ആനുകൂല്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണുണ്ടോ? ശരിക്കും സ്വമേധയാ പോലീസ് കേസെടുക്കണം ഇതിനെതിരെ. അയാൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ അത് പഞ്ചായത്ത് ഇടപെട്ടുങ്ങാണ്ട് പൂട്ടിച്ചേ, അല്ലെങ്കിൽ അയാൾ ലൈസൻസിന് അപ്ലൈ ചെയ്തുങ്ങാണ്ട് മുന്നോട്ട് പോവുകയോ ചെയ്യില്ല. അത് ലീഗലായിട്ട് നടക്കണം. ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കടയിൽ വന്നുങ്ങാണ്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിയണ കോലത്തിലൊക്കെ ചോദ്യം ചെയ്യാൻ ഇവരാരാ? അപ്പൊ ഇവിടെ നിയമ സംവിധാനങ്ങൾക്കൊന്നും യാതൊരു വിലയില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊക്കെ ചോദ്യം ചെയ്യണ്ടേ? നമ്മൾ പിന്നെ മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നു മറ്റൊക്കെ ഇത് ഇവിടെ സംസാരിക്കലുണ്ടല്ലോ. ശരിക്കും മാധ്യമങ്ങളൊക്കെ എവിടെയാണ്? ഈ കോലത്തിൽ കയറിയിട്ട് ഒരു ലൈസൻസ് ഇല്ല, അയാൾ അനധികൃതമായിട്ട് ആ കച്ചവടം നടത്തുന്ന വെച്ചാൽ പൂട്ടാൻ എന്താണ് ഇവിടെ നിയമത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? പോലീസിന്റെ പണിയുണ്ടോ? അങ്ങനെ ഉണ്ടോ? തിരക്കുള്ള നിയമപരമായിട്ട് പോലീസുമായിട്ടൊക്കെ വന്നിട്ട് അയാളുടെ കാര്യം പറഞ്ഞ് പൂട്ടിക്കുന്നതിന് പകരം അയാളുടെ സാധനങ്ങൾ എടുത്തെറിയുന്ന രംഗമൊക്കെ കണ്ടപ്പോൾ എന്താ ഇപ്പൊ അതൊക്കെ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അളവിൽ കേസെടുത്താ പോരെ? അതോ ഗുണ്ടായിസം കാട്ടാൻ പാടുണ്ടോ? അയാൾ ഉപജീവനത്തിന് വന്നതായിരിക്കും. ആ നിലക്കൊക്കെ അയാളെ സഹായിക്കുക. അയാൾക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്നമാതിരി പേപ്പർ കൊടുത്തുങ്ങാണ്ട് പഞ്ചായത്തിലൊക്കെ പറഞ്ഞ അയാളുടെ ഉപജീവനം നടക്കട്ടെ. അവിടെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാ കച്ചവടം വളരെ പ്രയാസത്തിലാണ്, അരിപ്രശ്നമാണ്. അപ്പൊ ആ നിലക്കൊക്കെ മനസ്സിലാക്കിയിട്ട് അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ വേണ്ടത്. പ്രത്യേകിച്ച് മലയാളികൾ ഈ രംഗം കണ്ടപ്പോൾ വളരെയധികം ഒരു അഹങ്കാരത്തിന്റെ അങ്ങേറ്റത്തെ മനോഭാവം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയാണ്. ഇത് ശരിയല്ല.